ഇത് കണ്ണൂർ ജില്ലയുടെ വടക്ക് കേളകമെന്ന ചരിത്ര പ്രധാന സ്ഥലം. ചരിത്രം മറക്കാത്ത കുടിയേറ്റ യുദ്ധത്തിന്റെ പീഡനഭൂമി. ഫാദർ വടക്കൻ എന്ന ചരിത്ര പുരുഷന്റെ ത്യാഗോജ്ജലമായ പോരാട്ടത്തിന്റെ ചരിത്രം വാണരുളുന്ന നാട്. വില്ലിംഗ്ടൺ എന്ന സാമൂഹ്യ പരിഷ്കർത്താവിന്റെ സ്മരണകൾ ഉറങ്ങുന്ന മണ്ണ്. കുടിയേറ്റ ജനതയ്ക്ക് വേണ്ടി സമരവീര്യ പോരാട്ടങ്ങൾ കൊണ്ട് നേടിയെടുത്ത ഈ മണ്ണിൽ ഒരു ജനത നട്ടുനനച്ചു വളർത്തിയത് കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രമായിരുന്നില്ല. ആത്മീയതയുടെ സുവർണ ഗോപുരങ്ങൾ കൂടിയായിരുന്നു. ആത്മവിശ്വാസത്തിന്റെ അകത്തളങ്ങളിൽ ഇവർ കുടിയിരുത്തിയത് ക്രിസ്തുവിനെ കൂടിയായിരുന്നു. കാടിനു നടുവിൽ മനക്കരുത്തോടെ കുടിൽ കെട്ടി കുടിപ്പാർക്കുമ്പോൾ സ്വപ്നങ്ങൾ വിടരുന്നത് അവർ കണ്ടു. ഇട്ടെറിഞ്ഞോടിപ്പോന്നവരുടെ ഇല്ലായ്മകളിലേക്ക് ദുരന്തങ്ങൾ ഒരു മഹാവ്യാധിയായി പെയ്തിറങ്ങുമ്പോൾ മലകളിൽ നിന്നും മാമലകളിലേക്ക് അവർ പലായനം ചെയ്തു. തേനും പാലുമൊഴുകുന്ന താഴ്വാരമായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ തരിശു നിലം കാട്ടി അവനോട് ദൈവമരുൾ ചെയ്തു, നിന്റെ വിയർപ്പ് കൊണ്ട് നീ അന്നം ഭക്ഷിക്കുക. കയ്യും മെയ്യും മറന്ന് അവൻ ഭൂവിലേക്കിറങ്ങി. മണ്ണ് കിളച്ചു മറിച്ചു. ഭൂമിയുടെ മൺചാലുകളിൽ അവരുടെ വിയർപ്പുറ്റി മണ്ണിന് വളമേകി. ദുരിതപർവങ്ങളുടെ ചെങ്കുത്തുകൾ അവർ തങ്ങളുടെ അന്നത്തിന്റെ താഴ്വാരങ്ങളാക്കി. ഇടയ്ക്ക് ദുരന്തം വിതറി കടന്നു പോകുന്ന പ്രകൃതി അവരെ നോക്കി പല്ലിളിച്ചു കാട്ടി. എന്നിട്ടും അവർ പിടിച്ചു നിന്നു. പലായനം ചെയ്യപ്പെട്ടവർ തിരിച്ചു പോവാൻ ഇടമില്ലാതെ അതിജീവനത്തിന്റെ ജീവിതരേഖകൾ സ്വയം വരച്ച് പൂർത്തിയാക്കി. ഇവരുടെ ജീവിത പൂർത്തീകരണത്തിന്റെ മൂർത്തഭാവമായി ഇന്ന് ഈ ദേവാലയം നിലകൊള്ളുന്നു. ഇന്ന് ഈ നാടിന്റെ ദൈവീക പൂർത്തീകരണമായി കാവൽ മാലാഖമാരെ കാവൽ നിർത്തി ഈ നാടിന്റെ സർവ്വ ഐശ്വര്യമായി ഈ ദേവാലയം ഇവിടെ തലയുയർത്തി നിൽക്കുന്നു. ദൈവീക മന്ത്രണങ്ങൾ ഈ അന്തരീക്ഷത്തിൽ ലയിച്ചിഴുകിച്ചേരുമ്പോൾ ആത്മബോധത്തിന്റെ നിറങ്ങൾക്ക് ഇവിടെ മാറ്റുകൂടുന്നു. കേളകം ഇടവകയിൽ മാതൃസംഘടന പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 15 വർഷമായി. കേവലം 13 അംഗങ്ങളോടുകൂടി ആരംഭിച്ച സംഘടന ഇന്ന് 80 പേരിൽ എത്തി നിൽക്കുകയാണ്. അന്നത്തെ രക്ഷാധികാരി റവറൻഡ് ഫാദർ ജോയി തുരുത്തേലായിരുന്നു. അദ്ദേഹം സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. സംഘടന വളർന്ന് വന്നു ഇന്നത്തെ രക്ഷാധികാരി റവറൻഡ് ഫാദർ മാത്യു കറുത്തേടത്താണ്. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യുഞ്ജയ
മൃത്യോർമാ അമൃതം ഗമയ. സത്യസ്വരൂപ പരിപാലക തവ ചരണം ശരണം. ജ്യോതിപ്രദായക ജഗദീശ്വര തവ ചരണം ശരണം. ജീവദായക പ്രഭുവരനെ സച്ചിദാനന്ദ ഗുരുവരനെ. ജീവദായക പ്രഭുവരനെ സച്ചിദാനന്ദ ഗുരുവരനെ. തവ ചരണം ശരണം ശരണം കരുണാമയ സാഗരമേ. തവ ചരണം ശരണം ശരണം കരുണാമയ സാഗരമേ. സത്യസ്വരൂപ പരിപാലക തവ ചരണം ശരണം. ജ്യോതിപ്രദായക ജഗദീശ്വര തവ ചരണം ശരണം. ജ്യോതിസാം നിൻ തിരുസവിധേ പ്രണമാഞ്ജലിയായി തൃപ്പാദ പൂജയ്ക്കായി. മഹാജ്യോതിസാം നിൻ തിരുസവിധേ പ്രണമാഞ്ജലിയായി തൃപ്പാദ പൂജയ്ക്കായി. സ്നേഹദീപമേ സ്നേഹദീപമേ തെളിയുക എന്നിൽ പ്രഭയുടെ കതിരുകളായി. കൃപയുടെ ദാനം അനുചരിലേകാ നിന്ദയ നിതരാം ദാസരിലേകു അനുദിനമലിവൊടുനാഥ. സത്യസ്വരൂപ പരിപാലക തവ ചരണം ശരണം. നിത്യസത്യമാം നിൻ തിരുമുമ്പിൽ പ്രാർത്ഥനാമഞ്ജരി തൃത്താലവുമായി. നിത്യസത്യമാം നിൻ തിരുമുമ്പിൽ പ്രാർത്ഥനാമഞ്ജരി തൃത്താലവുമായി. ദിവ്യനാദമേ തേജസ്സായി. നിൻ വരദാനം സഹചരിലേകാൻ അടിയരിൽ നിൻ പ്രഭ ചൊരിയുക നാഥ. ഇരുളല സതതം നീക്കാൻ. സത്യസ്വരൂപ പരിപാലക തവ ചരണം ശരണം. ജ്യോതിപ്രദായക ജഗദീശ്വര തവ ചരണം ശരണം. സരി പമ പനി പനി പമ പരി മപ മപ സാനി സാരി സരി സനി സ പനി സാ പ പ പ മ പനി പമ പ സരി മ പ സനി സനി പ സാ 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 സനി സരി സനി സാ സ പനി സരി നി സാ സ മരി മരി സാ സരി മ രി മ പ
സാരി മാരി സാനി മരി സനി സാരി രി സനി പി സനി പ സനി പ മനി പ മരി പ മരി സ സത്യസ്വരൂപ പരിപാലക തവ ചരണം ശരണം ജ്യോതിപ്രദായക ജഗദീശ്വര തവ ചരണം ശരണം 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 ശരണം. ഈ സംഘടനയുടെ ഉദ്ദേശം ഭാര്യ, അമ്മ, കുടുംബിനി എന്നീ തലങ്ങളിൽ ഒരു അമ്മയ്ക്കുള്ള സ്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞങ്ങൾ മാസം തോറും ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വർഷം എടുത്ത ക്ലാസ് കുടുംബം നേരിടുന്ന വെല്ലുവിളികൾ എന്നുള്ളതായിരുന്നു. ആ ക്ലാസ് ഞങ്ങളുടെ ഡയറക്ടർ അച്ഛൻ, അതായത് ഞങ്ങളുടെ വികാരി അച്ഛൻ, ഞങ്ങൾക്ക് പ്രത്യേകമായി ആ ക്ലാസ് തരികയും അതിനെക്കുറിച്ച് ഓരോ മീറ്റിങ്ങിലും ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. അമ്മമാരുടെ ആത്മീയ സുസ്ഥിതിക്ക് വേണ്ടിയാണ് ഈ സംഘടന നിലകൊള്ളുന്നത്. അതിൻ്റെ ലക്ഷ്യവും മറ്റൊന്നല്ല. ഞങ്ങളുടെ സംഘടനയുടെ മുദ്രാവാക്യം തന്നെ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി എന്നുള്ളതാണ്. സത്രാരിയായി നൽകുന്നു ഞാൻ
ജീവിതകാലത്തോളം നാഥനു കീർത്തനം പാടും. ഇന്നായുസ്സോളം കാലം ഞാൻ ഈശോയെ പാടി സ്തുതിക്കും. എൻ ജീവിതകാലത്തോളം നാഥനു കീർത്തനം പാടും. ഇന്നായുസ്സോളം കാലം ഞാൻ ഈശോയെ പാടി സ്തുതിക്കും. ഇടവകയുടെ ആത്മീയ സുസ്ഥിതിക്ക് വേണ്ടി അല്ലെങ്കിൽ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഇടവകയോട് ചേർന്ന് എല്ലാ പ്രവർത്തനങ്ങളിലും അമ്മമാർ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. വളരെ ഭംഗിയായി ഞങ്ങളുടെ സംഘടന പ്രവർത്തിച്ചു പോരുന്നു. അത് ജാതിമത ഭേദമന്യേ ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു. സുഖമില്ലാത്ത വ്യക്തികളെയൊക്കെ കണ്ടെത്തി ഞങ്ങളാൽ പറ്റുന്ന വിധത്തിൽ ഞങ്ങൾ സഹായം ചെയ്യുന്നു. അവരുടെ വീടുകളിൽ പോയി അവരെ സന്ദർശിക്കുകയും അവരുടെ ആവശ്യമനുസരിച്ച് ഞങ്ങൾ വ്യക്തിപരമായും സംഘടനാപരമായും സഹായങ്ങൾ കൊടുക്കാറുമുണ്ട്.